വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരായത്ത് നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ കഴിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകനാണ് അവിടെന്ന് പറയുന്നത്. ലോകത്തിന്റെ നേതാവ് അവിടെന്ന് പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതിയാ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതിഫലം പറഞ്ഞു തരാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതണമെന്ന് തീരുമാനിച്ചവര്, നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ല മരണം കാണുന്നവരാണ്. ഒരുപാട് പേരുടെ നല്ല നല്ല മരണങ്ങൾ കേൾക്കുന്നവരാ. ഒരുപാട് പേരുടെ നല്ല മരണങ്ങൾ കേൾക്കുന്നവരാണ്. പടച്ചവനെ, എത്രയോ പേര് വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവേ വെള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്ന മുഖം കണ്ടവരാ, കാഴ്ച കണ്ടവരാ. പടച്ചവനെ, എന്തൊരു ചിരിയാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ. അതുകൊണ്ട് ഈ സദസ്സിലിരുന്ന് കൊണ്ട് ഉസ്താദ്, ഒരായത്തല്ലേ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തല്ലേ, ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ മരിക്കുന്ന ദിവസം വരെ ഞാൻ ഓതും ഉസ്താദ്. എനിക്ക് ഓർമ്മയുള്ള കാലത്തോളം ഓതുമെന്ന് തീരുമാനിച്ച മുസ്ലിമേ, നിങ്ങൾ ഇന്ന് മുതൽ ഓതാ തീരുമാനിച്ചോ? നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പറയും ഉസ്താദേ, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാ, എന്റെ ഉമ്മ മരിച്ചത് റമളാൻ മാസത്തിലാ. പെണ്ണെ, നിന്റെ ഉപ്പയ്ക്ക് വെള്ളിയാഴ്ച മരണം കിട്ടിയാ നിനക്കൊന്നും കിട്ടില്ല എന്ന് എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല? നമ്മളൊക്കെ പറയാറുണ്ട്, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച, ഉമ്മ മരിച്ചത് റമളാൻ 27-ന്. എടാ, നിന്റെ ഉമ്മ റമളാൻ 27-ന് മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുമോ? കിട്ടുമോ? നിങ്ങൾ വെടി കൊണ്ടതുപോലെ ഇരിക്കാ പറ മനുഷ്യ. നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച വാപ്പായ്ക്ക് സ്വർഗം കിട്ടുമോ? നിനക്ക് കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടൂല. പിന്നെന്തിനാ പറഞ്ഞുകൊണ്ട് നടക്കണേ? എടാ, വാപ്പ നല്ല കാര്യം ചെയ്ത് അദ്ദേഹം നല്ലതുപോലെ പോയി, അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലാക്കുമാറാകട്ടെ. നീ ആ വാപ്പാടെ മോനാണെങ്കിൽ, വാപ്പ വെള്ളിയാഴ്ച മരിച്ചെങ്കിൽ നീ റമദാനിലെ വെള്ളിയാഴ്ച മരിച്ചു കാണിക്ക്. അതാ മോൻ. നീ അങ്ങനെ മരിച്ചു കാണിക്ക്, അതിനുവേണ്ടി പരിശ്രമിക്ക്. അപ്പൊ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കാണുന്നവര് കൊതിക്കും നീ മരിച്ചതുപോലെ മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിനാ മരണമെന്ന് പറഞ്ഞാൽ അവിടെ എവിടെയും കിടന്ന് ചത്താ പോരാ, മരിക്കുമ്പോ അന്തസ്സോടുകൂടി മരിക്കണം. അതാ മരണം. മരിച്ചു കിടക്കുമ്പോഴും ഇങ്ങനെ മുഖത്ത് നോക്കണം, ഇതെന്താ അള്ളാഹു മരണം. വീടിനകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ ശത്രുക്കൾ വീടിനകത്ത് കയറി വന്ന് കൈവെട്ടി മാറ്റി, ശരീരം മുഴുവനും വെട്ടി നുറുക്കി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ ഷഹീദായേ. പക്ഷെ ഉസ്മാൻ തങ്ങൾ മരിച്ചെന്ന് കേട്ടപ്പോ ഒരു ശത്രു കാണാൻ വന്ന് മുഖത്തിട്ടിരുന്ന തുണി അങ്ങോട്ട് ഉയർത്തിയിട്ട് മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാന്ന് പറഞ്ഞിട്ടാ തല്ലിയെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ശരീരം മുഴുവനും വെട്ടുകൊണ്ട് ഷഹീദായി മരിച്ചു കിടക്കുമ്പോൾ ഒരു ശത്രു വന്നിട്ട് മുഖത്തിട്ടിരുന്ന തുണി ഉയർത്തിയപ്പോഴും ഉസ്മാന് തങ്ങളുടെ ആ മുഖത്തെ ചിരി കണ്ടിട്ട് അവൻ തല്ലി. മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോട്. അതാ മരണം. അതാ മരണം. മഹാനായ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല കഴുകുമരത്തിൽ കയറ്റിയിട്ട് തൂക്കിയാ കൊന്നേ. നാക്കിങ്ങനെ കടിച്ചു പിടിച്ചിട്ടല്ല കടന്നേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ അന്ന് ശത്രുപക്ഷത്ത് നിന്ന ഒരു സഹാബി മുസ്ലിമായിട്ട് പറയുക, അന്ന് ഞാൻ മുസ്ലിമായത് ഹുബൈബിൻ്റെ ചിരി കണ്ടിട്ടാ. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോഴും ആ ഹുബൈബ് ചിരിക്കുന്നത് കണ്ടിട്ടാ ഞാൻ മുസ്ലിമായേ. അതാ മരണം. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആനിനെ നിങ്ങൾ നെഞ്ചത്ത് വെച്ചാൽ വെറുതെ ആവില്ല നിങ്ങൾക്ക്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ സ്നേഹിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ, ആ ഖുർആനിന് നിങ്ങൾ എല്ലാം ഓതിയില്ലെങ്കിലും ഒരായത്തെങ്കിലും ഓതാൻ നിങ്ങൾ തയ്യാറായ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല മരണമാ, ഈമാനുള്ള മരണമാ,
നിന്റെ മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാ, നിന്റെ മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തന്റെ വീട് മുഴുവനും ശത്രുക്കളെ വളഞ്ഞിരിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം പോലും വീടിന്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വീട് ശത്രുക്കളെ വളഞ്ഞിരിക്കുമ്പോ അല്ലാഹുവേ ഉളുവെടുത്ത് കുളിച്ചൊരുങ്ങിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ വീടിന്റെ വാതില് തീയിട്ടിട്ട് വീടിനകത്ത് കയറി വന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ തങ്ങളെ വെട്ടുന്നത്. ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ താഴെ വീഴുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന്റെ മുകളിൽ പെങ്ങളെ പഠിക്കണം. പെങ്ങളെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? വീടിനകത്തിരുന്ന മഗ്‌രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഖുർആൻ ഓതേണ്ട സമയത്ത് സീരിയലിലെ പെണ്ണിന്റെ കണ്ണുനീര് കണ്ടുകൊണ്ട് കൂടെ കരയുന്ന ഉമ്മ, നിനക്കത് മനസ്സിലാകില്ല പെങ്ങളെ. പ്രായം ചെന്ന മുടി നരച്ച ഉമ്മമാര് മഗ്‌രിബുമില്ല ഇശായുമില്ല പടച്ചവനെ ടിവിയും കണ്ടുകൊണ്ട് സീരിയൽ കണ്ടുകൊണ്ട് കരയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്കൊരുപാട് മഹദിമാരുടെ ചരിത്രം അറിയുമല്ലോ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ, ഇന്ന് വരെ ആരാണ് നഫീസ എന്ന് നീ പഠിച്ചിട്ടുണ്ടോ? നിന്നെ പോലെ വിചാരമുള്ള മോഹങ്ങളുള്ള സ്വപ്നങ്ങളുള്ള ആഗ്രഹങ്ങളുള്ള നിന്നെ പോലെ പച്ചയിറച്ചിയുണ്ടായിരുന്ന പെണ്ണാണ് നഫീസ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ആരായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തകാസുർ ഓതിയിട്ട് അതാ പ്രഭാഷണം നടത്തുന്ന മനുഷ്യനവിടെ ഇരുന്ന് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് താഴെ വീഴുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇന്ന് വരെ സീരിയൽ കണ്ടിട്ട് കരയുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് ബോധുന്നത് കേട്ടിട്ട് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? നിനക്കതിന്റെ വിലയറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. സ്വഹാബാ, സൂറത്തു തകാസുർ ഓതു സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ബോധാൻ പറയുമ്പോ സ്വഹാബി അവിടെ ഇരുന്ന് കൊണ്ട് ബോധുകയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുബ്ബ കല്ലാ സൗഫ തഅലമൂൻ. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. പടച്ചവനെ സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ റസൂലുള്ള ചോദിക്കുന്നു, സ്വഹാബ നിങ്ങളാരും കരയാത്തതെന്താ? കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു രണ്ടാമത് മോദാർ. സ്വഹാബികൾ ഓതാൻ തുടങ്ങി, റസൂലുള്ള കരയാൻ തുടങ്ങി, കൂടെ ചിലരൊക്കെ കരയാൻ തുടങ്ങി. ഓതിക്കഴിഞ്ഞപ്പോ ചോദിച്ചു, കരയാത്തവരോട് നിങ്ങൾ കരയാത്തതെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ കരച്ചല് വരുന്നില്ലേ, കരച്ചല് വരുന്നില്ലേ, കരയുന്നവരെ പോലെ അഭിനയിക്കുക സഹാബ. അൽഹാക മുത്തകാസുർ എന്ന് പറയുന്ന 10 ആയത്തുള്ള ഈ ഒരു സൂറത്തുണ്ടല്ലോ, ഇതോതുമ്പോ കരയണം ചെറുപ്പക്കാരാ, ഇതോതുമ്പോ കരയണമടാ. കരച്ചല് വരുന്നില്ലെങ്കിൽ അഭിനയിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുകയാ. വെറുതെയാകില്ല, വെറുതെയാകില്ല. ഏതെങ്കിലും ഒരു മനുഷ്യനെ സൂറത്തു തകാസുർ ഓതുന്ന സമയത്ത് കരഞ്ഞ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള ഒരു മരണമാണ്. ഇരിക്കുന്ന 10 മക്കളുണ്ടല്ലോ, ചെറിയ പ്രായത്തിൽ പടച്ചവര് 10-12 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഈ മക്കള് മാതാപിതാക്കളുടെ കൂടെ വീടിനകത്ത് കളിച്ച് ചിരിച്ച് നടക്കേണ്ട
പ്രായമാണ്. ഈ പൊന്നുമക്കളെല്ലാം വിട്ടിട്ട് പടച്ചവനെ ഖുർആൻ പഠിക്കാമെന്ന് കിടക്കുന്നത് വെറുതെയല്ല. ഇരിക്കുന്ന മക്കളൊക്കെ മരിക്കുമ്പോ സ്വർഗത്തിന്റെ വീട് കാണുകയാണ്. അല്ലാഹു നാളെ അവന് സ്വർഗത്തിൽ കൊടുക്കുന്ന ഇരിപ്പിടമുണ്ടല്ലോ, അവന്റെ വീടുണ്ടല്ലോ, അത് കണ്ടിട്ടാ മരിക്കുന്നത്, അത് കണ്ടിട്ടാ മരിക്കുന്നത്. ഈ മക്കളുടെ മുഖത്ത് നോക്കുന്നവന് കൊതിക്കുകയാ, ഇതെന്ത് മരണമാണല്ലോ, ഇവൻ ഉറങ്ങുകയാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ, എന്തൊരു പുഞ്ചിരിയാ അല്ലാ. മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നവര് പറയുകയാ, ഇന്നലെ വരെ ജീവിച്ചിരുന്നപ്പോ നിന്നെ കുറിച്ച് മോശമായി പറഞ്ഞവൻ, നിന്നെ കളിയാക്കിയവൻ, നിന്നെ പരിഹസിച്ചവൻ, നിന്നെ നാണം കെടുത്തിയവൻ, നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞവൻ, എടാ ഇവിടത്തെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമല്ലോ നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ. നാട്ടുകാർ മുഴുവനും നിന്നെ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എല്ലാവരും പോകുന്നത് കാണുമ്പോ ഇവനും വിചാരിക്കും ഞാൻ പോകാതിരുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും. അങ്ങനെ അവനും വരികയാണ്. അവസാനം വീടിന്റെ അകത്ത് ക്യൂ നിന്ന് കയറി വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തിയിട്ട് അവൻ നിന്റെ മുഖത്ത് നോക്കുന്നു. അല്ലാ, എന്തൊരു മരണമാ അല്ലാ, എന്തൊരു മരണമാ അല്ലാ. ഇന്നലെ വരെ ജീവിച്ചിരുന്നപ്പോ നിന്നെ കുറ്റം പറഞ്ഞവർ ഇറങ്ങിപ്പോയപ്പോ പറഞ്ഞതെന്തെന്നറിയോ, ഇറങ്ങിപ്പോയപ്പോ ജനങ്ങളോട് പറഞ്ഞതെന്തെന്നറിയോ, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മരണം വേണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കളെ പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിനകത്ത് കൊണ്ടുവച്ച അല്ലാഹുവേ, മണ്ണിന് മണ്ണ് തിന്നൂലല്ലോ, പുഴുക്കള് തിന്നൂലല്ലോ, കബറടക്കിയതുപോലെ ഖിയാമത്ത് നാള് വരെ കിടക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഖുർആൻ പഠിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ. പടച്ചവനെ, 30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36-ാമത്തെയോ 38-ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. കുറച്ച കാലമേ മുസ്ലിമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ഈ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. എടാ ചെറുപ്പക്കാരാ, കയ്യിലെണ്ണാവുന്ന വർഷക്കാലം മുസ്ലിമായി ജീവിച്ച ഒരു സ്വഹാബി മരിച്ചപ്പോ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം പോലും അവിടെ നിന്ന് വിറയ്ക്കുകയാണ്. പടച്ചവനെ, എല്ലാവരും കരയുകയാ, എല്ലാവരും കരയുകയാ. സഅദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, വല്ലാത്ത പുഞ്ചിരിയാ. കാണുന്നവർ കൊതിക്കുകയാ, കാണുന്നവർ കണ്ണെടുക്കാതെ നോക്കുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം അങ്ങനെയായിരുന്നു. വല്ലാത്തൊരു മരണമായിരുന്നു, ജനങ്ങൾക്ക് കൊതി തോന്നുന്ന ഒരു മരണമായിരുന്നു. പടച്ച റബ്ബേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അവിടുന്ന് തന്റെ ജനാസ മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തള്ളവിരൽ കുത്തിയിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. പടച്ചവനെ, ജനാസ ചുമന്ന സ്വഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. എന്തിനാ നബിയേ തള്ളവിരൽ കുത്തികെട്ട് നടക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനെ തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, എനിക്ക് സ്ഥലമില്ല സഹാബാ,
കാലുകുത്താൻ എനിക്ക് സ്ഥലമില്ല. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നു. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. തിരക്ക് കാരണം എനിക്ക് സ്ഥലം കിട്ടുന്നില്ല. ജനാസ ചുമന്നു കൊണ്ടുപോകാൻ അല്ലാഹുവേ മയ്യത്തിന് ഭാരമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? ചുമന്നത് മലക്കുകളാണ് സഹാബ. ആ സ്വഹാബികളുടെ ജനാസ ചുമന്നത് മലക്കുകളാണ്. പടച്ചവനെ, പ്രവാചകൻ അവിടുന്ന് തള്ളവിരൽ കുത്തികെട്ട് നടന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കബർ കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, നിങ്ങളെ ചരിത്രം എടുത്ത് നോക്കൂ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ കബറടക്കുന്നതിന് വേണ്ടി കബർ കുടിക്കുമ്പോ മണ്ണിന് പോലും സുഗന്ധമാ, മണ്ണിന് പോലെ സുഗന്ധമാ. അല്ലാഹുവേ, കബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, കബറിന്റെ പണിയൊക്കെ പൂർത്തിയായി, അവസാനം മണ്ണ് തുടയ്ക്കുകയാണ്. കബറിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് മണ്ണ് തുടയ്ക്കുകയാ. സുഗന്ധം കേട്ടപ്പോ, സുഗന്ധമടിക്കുന്നത് ശ്വസിച്ചപ്പോ, ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാ. അല്ലാഹുവേ, കബറടക്കി എല്ലാവരും പിരിഞ്ഞുപോയി. ഈ കബർ കുടിച്ച മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കബർ കുടിക്കുമ്പോ, കബറിനകത്ത് നിന്ന് വാരിയ മണ്ണുണ്ടല്ലോ, വീടിനകത്ത് മുഴുവനും സുഗന്ധമാ, വീടിനകത്ത് മുഴുവനും സുഗന്ധമാ. അല്ലാഹുവേ, അതാ ചരിത്രം പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഈ ആ കബർ കുടിച്ച മനുഷ്യനവിടുന്ന് സ്വപ്നം കാണുകയാ. അവിടുന്ന് കബർ കുടിച്ച മനുഷ്യനവിടുന്ന് സ്വപ്നം കാണുകയാ. അവിടുന്ന് ചോദിച്ചു, സഅദേ, നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, നീ എല്ലാവരും കരയുന്ന ദിവസം ചിരിച്ചല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ സഅദ്, നിന്റെ ജനാസ ചുമന്നത് മലക്കുകളാണല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് പോലും നടക്കാൻ സ്ഥലം കിട്ടിയില്ലല്ലോ. അവിടെന്ന് പോയിക്കുന്നു സഅദ്, കബറിലെ മണ്ണിന് പോലെ സുഗന്ധമാ, കബറിലെ മണ്ണിന് പോലെ സുഗന്ധമാ. എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് ഈ പ്രതിഫലം നേടിയത്? എങ്ങനെയാണ്, എന്ത് ചെയ്തിട്ടാ സഅദ് ഈ പ്രതിഫലം നീ നേടിയത്? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ആ കബർ കുടിച്ച മനുഷ്യനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും ഞാൻ ഓതിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതിയതിന് റബ്ബെനിക്ക് തന്നതാ. ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തതിന് എനിക്ക് റബ്ബ് തന്ന പ്രതിഫലമാ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, വാപ്പാ വെറുതെയാകില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നിങ്ങൾ ഓതിയാ ഒരു നഷ്ടവുമില്ല, ലാഭമല്ലാതെ ഒരു നഷ്ടവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞല്ലോ, സൂറത്തു തകാസുറൂദ്, സൂറത്തു തകാസുറൂദ്, പെങ്ങളെ കരമോള്, സീരിയൽ കണ്ടിട്ട് കരഞ്ഞാ നീ നരകത്തിലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ അൽഹാഖ് മുത്തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതുമ്പോ കരയുന്നവരെ പോലെ അഭിനയിച്ചാ മതി, കരയുന്നവരെ പോലെ അഭിനയിച്ചാ മതി. അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. ആ സഹാബി ചിരിച്ചു. കണ്ടവര് മുഴുവനും അവിടുത്തെ മരണം കണ്ടു കൊതിച്ചു അങ്ങനെ മരിക്കാൻ. ജനാസ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് ചുമന്നവർ പറഞ്ഞു ഭാരമില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തള്ളവിരൽ കുത്തിയിട്ട നടന്നുപോയെ. കബറ് കുടിച്ച മനുഷ്യൻ നോക്കുമ്പോൾ മണ്ണിന് സുഗന്ധം. ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു. തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ അത് കസ്തൂരിയുടെ വാസന. അവസാനം സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു, സഅദേ, ഈ പ്രതിഫലം കിട്ടിയത് എങ്ങനെ? ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് വാങ്ങിയതാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യ്. കാശ് കൊടുക്കണ്ടല്ലോ. എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും കണ്ടോത്, കാണാതെ ഓതണ്ട. അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നിന്റെ വീടിനകത്ത് വെച്ചിരിക്കുന്ന ഖുർആൻ തുറന്നോത്. എടുത്താൽ ആ ഖുർആനിൻ്റെ ദുആ കിട്ടും. ഇല്ലെങ്കിൽ ആ ഖുർആൻ കരയും. അവസാനം നിന്റെ വീട് തന്നെ നശിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അള്ളാഹ് ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഒതിക്കൂടെ? അതിനും കാശ് വേണോ? ഉറക്ക ഇൻഷാ അള്ളാഹ് പറ. അള്ളാഹുവേ, ഈ സദസ്സിലിരുന്നു കൊണ്ട് ആര് ഉറക്ക ഇൻഷാ അള്ളാഹ് പറയുന്നുണ്ടോ, മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അള്ളാഹ് പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്. ഇനി പറ ഇൻഷാ അള്ളാഹ്. പോരാ, കറക്റ്റ് 11 മണി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ടൈം ടു ടൈം എന്നല്ലേ, കറക്റ്റ് 11 മണി. ഇതാണ് അൽഹംദുലില്ലാ, ഇതല്ലേ സമയം കറക്റ്റായി. ഇൻഷാ അള്ളാഹ് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പോൾ ഒരായത്ത് പറഞ്ഞു തരട്ടെ, ഓതൂല്ലേ? ഏതായത്താ? ഏതായത്തപ്പ ഖുർആനിൽ അത്രയ്ക്കും മഹത്വമുള്ള ആയത്ത് ഏതാ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ആയത്ത് ഓതുന്നവന് സ്വർഗത്തിൽ പോകാൻ ഒരു തടസ്സമേ ഉള്ളൂ. അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒറ്റ തടസ്സമേ ഉള്ളൂ. ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല ഇവിടെ പറയുന്നത് ഒറ്റ തടസ്സം. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. മരിക്കാതെ പോകാൻ പറ്റുമോ? ഇല്ല. സ്വർഗത്തിൽ പോകണം, മരിക്കണം. മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് പോകാൻ പറ്റൂല. അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. അപ്പൊ നിന്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലാകെ ഉള്ള മറ എന്താ? മരിക്കണം, പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ആയത്ത് ഓതണം, മരിക്കണം, സ്വർഗത്തിൽ പൊക്കോണം. അവിടെ വെച്ച് കണ്ട നമ്മളെ തിരിച്ചറിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഏതായത്ത്? ആയത്തുൽ കുർസി. ഏതായത്ത് ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ഓതാൻ അറിയത്തില്ലേ? അറിയണവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അപ്പോൾ ഒരു നന്മ പഠിച്ചു. ഇനി ഇത് ചെയ്തില്ലെങ്കിൽ അതിനടി വേറെ കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു നന്മ പഠിച്ചല്ലോ. ഈ ആയത്ത് നിനക്കറിയാം. ഈ ആയത്ത് ഓതിയാ കിട്ടണ പ്രതിഫലം നീ പഠിച്ചു. ഇന്നു മുതൽ ഇത് ഓതിയില്ലെങ്കിൽ അതിന് വേറെ കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. വേലി കിടന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ടെന്ന് പറയത്തില്ലേ, അതാ ഇപ്പം ചെയ്തേ. അതുകൊണ്ട് ഇന്നു മുതൽ മരിക്കണ കാലം വരെ 5 വഖത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരായത്തിൽ കുറിച്ച് ഓദിക്കും. ഇല്ലേ ഉസ്താദെ, വീട്ടിൽ ശൈത്താൻ കയറി എന്ന് പറയത്തില്ലേ? ഉസ്താദെ, വീട്ടിൽ എന്തോ ശൈത്താൻ്റെ ഉപദ്രവമുണ്ട് ഉസ്താദെ, ഇത് വീട്ടിൽ ഓതണം. ഉസ്താദെ, വീട്ടിൽ എന്തോ ശൈത്താൻ്റെ ഉപദ്രവമുണ്ട് ഉസ്താദെ, പൈസ ചിലവൊന്നുമില്ല, ഈ ആയത്ത് ഓതിയാൽ പോരെ, ശൈത്താൻ ഇറങ്ങിപ്പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ആയത്ത് ഓതിയാൽ മതി. നിങ്ങൾ ഇന്ന് വഴുത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ ഈ ആയത്തിൽ കുറിച്ച് നിങ്ങളുടെ വീടിൻ്റെ വാതിലിൽ നിന്ന് ഓതിയ ആ വീടിനകത്ത് കൂടിയിരിക്കണ ശൈത്താൻ മക്കളെ വിളിച്ചിട്ട് പറയും, ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല, വേറെ വീട് നോക്കിക്കൊള്ളാൻ. ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അള്ളാഹു ഇറക്കി വിടാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇറക്കി വിടുവോ? അതെങ്ങനെ ഉസ്താദെ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും വലിയ ബന്ധമല്ലേ? ഓനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ സമാധാനം കിട്ടുമോ? ശൈത്താനും ഞാനും തമ്മിൽ അതാണ്. ചിലർ ഈ ജംറയിൽ പോയി കല്ലെറിയ, ആരെ എറിയണ? ശൈത്താനെ. ജംറയിൽ പോയി കല്ല് പറക്കി എറിയുമ്പോൾ ശൈത്താൻ ചോദിക്കുക, അളിയ നീ എന്നെ എറിയുന്നോടാ, നമ്മൾ തമ്മിൽ ഇത് വേണമെന്ന്. അതുപോലെ നിങ്ങൾ വീട്ടിൽ പോയി ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ ഇബ്ലീസ് ഇറങ്ങിപ്പോകും ഇല്ലേ? അപ്പം പിന്നെ അവനെ ഇറക്കി വിടാൻ നമ്മൾ പലർക്കും മനസ്സും ഇല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാരാ പറഞ്ഞെന്നറിയാം? ഞാൻ വെറുതെ പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ കുറച്ചു സാധനത്തിന് കാവൽ നിർത്തി. രാത്രി നോക്കുമ്പോൾ ഒരാൾ തലയിൽ കൂടെ തുണി ഇട്ടിട്ട് ചാക്ക് നിറയ്ക്കുക. ഫാൻ വേണ്ടപ്പോൾ
ചാക്കിനകത്ത് നിറയ്ക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പിടിച്ചു, വാ നബിയുടെ മുന്നിൽ പോകാൻ. കള്ളം വടാ, കള്ള അതിനെ ഞാൻ കൊണ്ടുപോകുമ്പാ. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ പട്ടിണിയ, ദാരിദ്ര്യമാ, അതുകൊണ്ട് വന്നെടുത്തതാ. ഇപ്പം സങ്കടം പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ പാവപ്പെട്ടവനാ, പൊക്കോളാൻ പറഞ്ഞു. എല്ലാം അവിടെ ഇട്ടിട്ട് പോടാന്ന് പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ ദിവസം അവൻ രാത്രി നോക്കുമ്പോൾ വീണ്ടും വാരുണ്, അന്നും പിടിച്ചു. പറഞ്ഞ് എൻ്റെ ഭാര്യയും മക്കളും വിശന്ന് കിടന്ന് കരയുന്ന സങ്കടം കൊണ്ട് വന്നത് അബൂ ഹുറൈറ, എന്നെ കൊണ്ടുപോരുത്. അപ്പോഴും പറഞ്ഞു ഇട്ടിട്ട് പോകാൻ. മൂന്നാമത്തെ ദിവസം ഓൻ വന്ന്, അപ്പം പിടിച്ചു. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല, വാ നബിയുടെ അടുക്ക പോകാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ നീ എന്തായാലും എന്നെ വിടില്ല എന്നറിയാം. അപ്പം അബൂ ഹുറൈറ തങ്ങളോട്, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം, ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു തരാം, ഇത് ഓതിയാൽ മതി, ശൈത്താൻ്റെ ഷർറ് മാറും, ശൈത്താൻ്റെ ശല്യം മാറും, ഞാൻ നിനക്കൊരു ആയത്ത് പറഞ്ഞുതരാം. ഇൽമെന്ന് കേട്ട അബൂ ഹുറൈറ തങ്ങൾക്ക് വലിയ ആർത്തിയ. ഇപ്പം എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ കള്ളനെ വെറുതെ വിട്ടുമില്ലേ? നബിയെ ആദ്യത്തെ 2 ദിവസം ഓൻ്റെ കരച്ചിലും നിലവിളിയും കേട്ടിട്ടാ വിട്ടേ, പക്ഷെ മൂന്നാമത് ഞാൻ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത്, പക്ഷെ എനിക്ക് ഓനൊരു ഇൽമു പറഞ്ഞു തന്നു. അപ്പം എന്താ? ശൈത്താനെ വരട്ടാൻ, ശൈത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത്ത് പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓൻ പറഞ്ഞത്, ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യാന്ന് പറഞ്ഞേ, ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ. എന്താ പറഞ്ഞെന്ന് നബി? ആയത്തിൽ കുർസി ഓതിയാൽ ഇബ്ലീസിൻ്റെ ഷർറ് മാറുമെന്ന് അവൻ എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പം നബിത്തങ്ങൾ ചോദിച്ചു, അവൻ ആരാണെന്ന് നിനക്കറിയോ? ഇല്ല, അറിയില്ല നബിയെ, അത് ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിഗിന റസൂലുള്ളാഹി. അപ്പം ഇത് പറഞ്ഞു കൊടുത്ത ആരാ? ഇബ്ലീസ് തന്നെയാ തന്നെ പൂട്ടാനുള്ള വഴി പറഞ്ഞു തന്നിരിക്കണേ. അപ്പം എന്ത് ചെയ്യുക? ഇന്ന് വീട്ടിൽ ചെന്ന് ആയത്തിൽ കുറിച്ച് ഓതുക, വീടിനകത്ത് കൂടിയിരിക്കണ ആ ശൈത്താൻ ഇറങ്ങിപ്പോകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഇൻഷാ അള്ളാ ഇന്നത്തെ ദിവസം മുതൽ, ഇന്ന് ഓതി നാളെ മുതൽ ഇൻഷാ അള്ളാ എല്ലാ ദിവസവും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക. അള്ളാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, നമുക്കറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു മദ്രസ. നമ്മളെല്ലാവരും എവിടെ നിന്നാണ് പഠിച്ചത്? ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങി വന്നപ്പം പഠിച്ചവരല്ല. നമ്മൾ മദ്രസയിൽ പോയിട്ട് ഫാത്തിഹ പഠിച്ചു, സൂറത്ത് പഠിച്ചു, നിസ്കരിക്കാൻ പഠിച്ചു, അൽഹംദുലില്ലാ ഖുർആൻ ഓതാൻ പഠിച്ചു, മയ്യത്ത് നിസ്കരിക്കാൻ പഠിച്ചു, മയ്യത്ത് കുളിപ്പിക്കാൻ പഠിച്ചു, നിസ്കാരത്തിൻ്റെ ഫറളും ഷെറുത്തും പഠിച്ചു. ഇതൊക്കെ ഇവിടുന്നാ പഠിച്ചേ? മദ്രസയിൽ നിന്ന് പഠിച്ചപ്പോൾ കിട്ടിയ ഒരു അറിവ് ലോകത്ത് വേറെ എവിടെ പോയാലും കിട്ടൂല. അതിന് എത്ര കൊല്ലം പഠിച്ചാലും, അല്ലെങ്കിൽ ആരോട് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കും. അപ്പം നമ്മൾ മദ്രസയിൽ നിന്നാണ് അറിവ് പഠിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാട്ടിലെ മദ്രസ അൽഹംദുലില്ലാ അത് 2 നിലയായി. ഇനി അത് 3ാമത്തെ നില കൂടെ പണിത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള ഒരു വലിയ സൗകര്യമാവും. അത് സംഘാടകരുടെ ഒരു ആഗ്രഹമാണ്. അതിപ്പോൾ ഇന്നോ നാളെയോ ചെയ്യണമെന്നല്ല, താമസമുണ്ടല്ലോ അല്ലേ? 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാ. എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിൻ്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസ നമ്മൾ മനസ്സിലാക്കിയ സഹോദര, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചോദിക്കുമ്പോൾ കൊടുക്കാനില്ല. പള്ളിക്കും മദ്രസകൾക്കും പാവങ്ങൾക്കും ചോദിച്ചാൽ ഇല്ല, ലോക്ക്ഡൗണ്, കൊറോണ, ഇതൊക്കെ. ബാക്കിയുള്ളതിനൊക്കെ പൈസ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കാൻ നമുക്ക് വലിയ മടിയാണ്. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ നോക്കിക്കുക. ഈ അടുത്ത് മൊബൈലിൽ അള്ളാഹുവേ അങ്ങ് കാസർഗോഡങ്ങാണ്ട ഒരു കല്യാണത്തിൻ്റെ വീഡിയോ കണ്ടോ? സങ്കടം തോന്നുകയാണ്. ഇത് നമ്മുടെ ഉമ്മത്തിൻ്റെ അവസ്ഥ. എത്ര പൈസ ചിലവാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, എപ്പോഴെവിടെ വെച്ചാൽ മരണം വരുന്നത് എന്നറിയില്ല. ഈ ഇരിക്കണം ഞാൻ നേരം വെളുപ്പിക്കും. ഈ ഇരിക്കണം നമ്മൾ ഇവിടുന്ന് വീടെത്തുമെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അള്ളാഹു ദീർഘായുസ്സ് തരുമാറാകട്ടെ. എപ്പോഴെവിടെ വെച്ചാണ് മരണം സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എപ്പോൾ വേണമെങ്കിലും മരണം വരാം. ആ മരണം വരുമ്പോൾ അള്ളാഹിനോട് ചോദിക്കുന്നത് എന്താ? ഇന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഇല്ല. സ്വർണം താന്ന് പറഞ്ഞാൽ ഊരി തരൂല, പൈസ ചോദിച്ചാൽ തരൂല. എന്നാൽ നീ മരിക്കുന്ന സമയം ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഖുർആൻ പറയുകയാ, മരണം നിന്റെ കണ്ണിൻ്റെ മുന്നിൽ വരുമ്പോൾ നീ യാചിക്കും. അപ്പം അസ്രായിൽ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ യാചിക്കണേ? എന്തിനാടാ ഇങ്ങനെ എനിക്ക് അല്പസമയം എന്താ, എനിക്ക് അല്പസമയം എന്നാന്ന് പറഞ്ഞ് തെണ്ടുന്നല്ലോ. നിസ്കരിക്കാനാണോ? അല്ല. ഖുർആൻ ഓതാനാണോ? അല്ല. പൊരുത്തം ചോദിക്കാനാണോ? അല്ല. യാത്ര പറയാനാണോ? അല്ല. പിന്നെന്തിനാടാ നീ തെണ്ടണേ? നിസ്കരിക്കാനും ഖുർആൻ ഓതാനും യാത്ര പറയാനും പൊരുത്തം ചോദിക്കാനും അല്ലെങ്കിൽ നീ തെണ്ടുന്നത് എന്തിനാ? പറയണെന്തെന്നറിയുമോ? ഖുർആനാ പറഞ്ഞത്, ഫഅസ്വദ്ദക, എനിക്കൊന്ന് ഇത്തിരി സദക്ക കൊടുക്കണം.
എൻ്റെ അടുത്ത് കിടക്കുന്ന എൻ്റെ ഭാര്യയോടൊന്ന് പറയണം, ആമിന, അലമാരിക്കകത്ത് ഒരുത്തനും കൊടുക്കാതെ ലക്ഷങ്ങൾ വെച്ചിട്ടുണ്ട്, അതിലൊരു 10 രൂപ എടുത്ത് പള്ളി കൊടുക്കണേന്നൊന്ന് പറയാനാ സമയം തരുവോ? ഇല്ലടാ, ഇനി നിനക്ക് ചാൻസ് ഇല്ല, ഇനി നിനക്ക് അള്ള തരത്തില്ല. കാരണം നിനക്ക് ഇതിനൊരുപാട് അവസരം അല്ലാഹു തന്നു മനുഷ്യ. എന്നിട്ടാ നീ പറയുന്നത് ഫഅകും മിനസ് സ്വാലിഹീൻ, നന്മ ചെയ്യാൻ സമയം താന്നു. അതാണ് സദക്ക. അതിൻ്റെ വില മരിക്കുന്ന സമയത്ത് അല്ലാഹു കാണിച്ചു തരും. ഇന്ന് നിങ്ങൾ ഈ മദ്രസയ്ക്ക് ഒരു ചാക്ക് സിമെന്റ് വാങ്ങിക്കൊടുത്ത, നിങ്ങളൊരു കല്ല് വാങ്ങിക്കൊടുത്ത, അതിൻ്റെ പ്രതിഫലം ഇന്ന് കിട്ടിയില്ലെങ്കിലും നാളെ മരിക്കുന്ന സമയത്ത് അള്ളാൻ്റെ മലക്കുകൾ നിന്റെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരും. വ അബുഷിറൂ ബിൽ ജന്ന, ഇതാ പ്രതിഫലം. മരിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും മരിച്ചു കിടന്നപ്പോൾ ചിരിച്ചത് കോമഡി കേട്ടിട്ടല്ല. എടാ, കോഴി അറുത്തിടുന്നത് ഞാനും നിങ്ങളും കാണും. ആ കോഴി ഇങ്ങനെ കിടന്നിട്ട് കയ്യും കാലും തലയിട്ട് അടിക്കണത് മരണവേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണില്ല. അപ്പം അത്രയും കഠിനമായ മരണവേദന, ആ വേദന വന്ന് മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ചിരിച്ചത് അള്ളാഹുവിൻ്റെ മലക്കുകൾ സ്വർഗം കാണിച്ചു കൊടുത്തിട്ടാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രതിഫലമേ ഉള്ളൂ, നിങ്ങളും മരിക്കുന്ന സമയം ഇത് കാണും നിങ്ങൾ.